കൊലപാതകം ആഘോഷിച്ച് പാക് എംബസി. പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു പിന്നാലെ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കേക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിക്കുകയും ചെയ്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, വളരെ 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 മോശം ഒരു സന്ദേശം നൽകുന്നതാണ് ഈ ആഘോഷം. വിവരങ്ങൾ എന്താണ്? എംബസിയിലാണ് ഇത്തരത്തിൽ കേക്ക് മുറിച്ച് ആഘോഷം നടന്നിട്ടുള്ളത്. വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ പാക് എംബസിയിൽ നടന്നത് ഏതു തരത്തിലുള്ള ആഘോഷമാണെങ്കിലും ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ എംബസിയാണ്. ഭാരതം ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം നേരിടുകയും 3 ദിവസത്തെ ദുഃഖാചരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ഈ ഭീകരാക്രമണത്തിന് പിറകിലും ഒപ്പം അതിന് ഗൂഢാലോചന നടന്നതും പാകിസ്ഥാനിലാണ് എന്ന വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ പുറത്തുവിടുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ പാകിസ്ഥാൻ എംബസിയിൽ കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷം നടന്നിട്ടുള്ളത്. പാക് എംബസി, പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ കേക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേക്കുമായി പാക് എംബസിയിലേക്കാണ് പോയിട്ടുള്ളത്. അത് ഏത് രീതിയിലുള്ള ആഘോഷം, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ആഘോഷം അല്ലെങ്കിൽ വേറെ എന്ത് ആഘോഷമാണെങ്കിലും ഭാരതം 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ഈ ഭീകരാക്രമണത്തിൽ പിറകിന് തന്നെ പാകിസ്ഥാനാണ് എന്ന ആരോപണം മുൻപോട്ട് വെക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആഘോഷം ഡൽഹിയിൽ പാകിസ്ഥാൻ എംബസി സംഘടിപ്പിച്ചത്. വീണ, അതേസമയം ഇത്തരത്തിലുള്ള ഈ ഒരു ആഘോഷം അവിടെ നടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾ നമുക്ക് കാണാം. ഈ പല മാധ്യമങ്ങളും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ ജിഷ്ണു? വീണ, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമൊന്നും പാക് എംബസി നൽകിയിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാക് എംബസിയിലെ ഉദ്യോഗസ്ഥൻ ഈ കേക്കുമായി പോകുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽപ്പെട്ടത്. അതുകൊണ്ട് എന്താണ് ആഘോഷം എന്നുള്ളത് കൃത്യമായി ചോദിച്ചെങ്കിലും അതിന് മറുപടി നൽകാൻ ഈ എംബസിയിലെ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, എംബസിയിൽ എന്ത് തരത്തിലുള്ള ആഘോഷമാണെങ്കിലും ഈ ഭീകരാക്രമണവുമായി അതിനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെന്ത് ആഘോഷമാണെങ്കിലും അനവസരത്തിലാണ് ഈ ആഘോഷം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭാരതം ഒരു വലിയ ഭീകരാക്രമണം നേരിടുകയും അത് രാജ്യത്തിന്റെ 26 പൗരന്മാർക്ക് ജീവൻ നഷ്ടമാവുകയും 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ എംബസി, ഡൽഹിയിൽ പാകിസ്ഥാൻ എംബസി കേക്ക് മുറിച്ചുകൊണ്ടുള്ള ആഘോഷം നടത്തിയത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം നയതന്ത്ര തലത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാനെതിരെ ഭാരതം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി എന്ന് ഭീകരാക്രമണത്തെ, ഭീകരരെ തള്ളിപ്പറയുന്നുവോ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എന്ന് പിന്തുണ അവസാനിപ്പിക്കുന്നുവോ അന്നേ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഉണ്ടാകൂ എന്ന പ്രഖ്യാപനം ഭാരതം നടത്തിയിരുന്നു. കൂടാതെ കനത്ത തിരിച്ചടികൾ, സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും പാകിസ്ഥാൻ പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ ഭാരതം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കേക്ക് മുറിച്ചുള്ള ആഘോഷം പാക് എംബസിയിൽ നടന്നത്. വീണ, കൊലപാതകം ആഘോഷിക്കുകയാണ് പാക് എംബസി. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിന് ഈ കേക്കുമായി പോകുന്നതാണ്. ദൃശ്യങ്ങൾ കാണാം. What is this? Sir, are you from Pak High Commission? Are you from Pakistan High Commission? Where are you from, What sir? is this? What is this cake for? What is this cake for? खाली ओकेजन 28 लोग मरे, थोड़ा सा बताइए ना, दुख है इस बात का? What is this? आप कहाँ से आए? Where are you from? बता दीजिए. आप बता दीजिए सर. कहाँ से हैं आप? മറ്റൊരാവശ്യത്തിനുള്ളതാണെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് എന്താണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാക് എംബസിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കേക്കുമായി പോകുന്നത് ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ.